ഇന്ന് കലാശക്കൊട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായും 2 മാസം നീണ്ടുനിന്ന പരസ്യ പ്രചരണങ്ങൾക്കാണ് അവസാനമാകുന്നത്. 20 മണ്ഡലങ്ങളിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ നമ്മളോടൊപ്പം ഈ വരുന്ന മണിക്കൂറുകളിൽ ചേരാൻ പോവുകയാണ്. പരസ്യപ്രചാരണത്തിന്റെ കലാശക്കൊട്ടിന്റെ ഏറ്റവും ആവേശകരമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് കെ ഉമേഷ് ഒപ്പം ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. ഉമേഷ്, 2 മാസം നീണ്ടു നിന്ന പരസ്യ പ്രചരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഇന്ന് കലാശക്കൊട്ടാണ്. ഒരു നാൾ മാത്രം ബാക്കിയാണ് കേരളം ജനവിധി എഴുതാൻ. ചാലക്കുടി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വയ്ക്കാവുന്ന സി രവീന്ദ്രനാഥിന്റെ ആണ് അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ ഏറ്റവും ആവേശത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നോക്കിക്കാണുന്ന, വളരെ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് ചാലക്കുടി. തിരിച്ചു പിടിക്കുക എന്ന ആവശ്യം തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സി രവീന്ദ്രനാഥിനെ അവിടെ ഇറക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച വ്യക്തി എന്ന് തന്നെ പറഞ്ഞു വയ്ക്കാം. അദ്ദേഹം ബെന്നി ബെഹനാനെ നേരിടുന്നു. സ്വാഭാവികമായും മണ്ഡലത്തിലെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? കലാശക്കൊട്ടിന്റെ വിശേഷങ്ങൾ. അഞ്ജന, ഒരു ദിവസം പോലും ആവേശം ചോരാതെയുള്ള പ്രചരണമാണ് ചാലക്കുടി മണ്ഡലത്തിലും പ്രത്യേകിച്ച് LDF കാഴ്ചവെച്ചത്. ഈ LDFിൻ്റെ കൊട്ടിക്കലാശം മറ്റെല്ലാ മണ്ഡലത്തിലെയും പോലെ ചാലക്കുടിയിലും കൂടുതൽ ആവേശഭരിതമാക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് പ്രവർത്തകരുള്ളത്. ചാലക്കുടി മണ്ഡലത്തിൻ്റെ, ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്ന് ഇവിടെ നിന്നാണ് LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിൻ്റെ മെഗാ റോഡ് ഷോയ്ക്ക് തുടക്കമാകുന്നത്. ഈ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിലെ കോലഞ്ചേരി ടൗണിൽ നിന്നാണ് അല്പസമയത്തിനകം ഈ മെഗാ റോഡ് ഷോയ്ക്ക് തുടക്കമാകുന്നത്. അദ്ദേഹം തുറന്ന വാഹനത്തിൽ ഇന്ന് മണ്ഡലമൊട്ടാകെ സഞ്ചരിച്ച് വോട്ടർമാരെ അവസാനമായി ഇന്ന് നേരിൽ കാണും. ഈ കോലഞ്ചേരി ടൗണിൽ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് 1 മണിക്കൂറോളം, രാവിലത്തെ 1 മണിക്കൂറോളം സ്ഥാനാർത്ഥി കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിലായിരിക്കും സഞ്ചരിക്കുക. അതിനുശേഷം തൊട്ടടുത്ത മണ്ഡലമായ പെരുമ്പാവൂരിലേക്ക് ഈ സ്ഥാനാർത്ഥി പര്യടനം എത്തും. പെരുമ്പാവൂരിൽ നിന്ന് പിന്നീട് ആലുവ, അതിനുശേഷം തൃശ്ശൂർ ജില്ലയിലെ 3 മണ്ഡലങ്ങളിലൂടെ പര്യടനം നടത്തുന്നുണ്ട്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് ചാലക്കുടി. അതുകൊണ്ട് ഈ രാവിലത്തെ ഈ എറണാകുളം ജില്ലയിലെ പര്യടനത്തിന് ശേഷം തൃശ്ശൂർ ജില്ലയിലേക്ക് കടക്കും. അവിടെ കയ്പമംഗലത്തും കൊടുങ്ങല്ലൂരിലും പര്യടനം നടത്തും. പിന്നീട് ചാലക്കുടിയിലും, ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിലും പര്യടനം നടത്തിയ ശേഷം വീണ്ടും എറണാകുളം ജില്ലയിലേക്ക് വരും. എറണാകുളം ജില്ലയിലെ അങ്കമാലി നിയമസഭാ മണ്ഡലത്തിലാണ് ഈ LDFിൻ്റെ കൊട്ടിക്കലാശം നിശ്ചയിച്ചിരിക്കുന്നത്. 4 മണിയോടെ ഈ റോഡ് ഷോ അവിടേക്ക് എത്തിച്ചേരും എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനകം ഈ മറ്റ് 6 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ച് അങ്കമാലി നിയമസഭാ മണ്ഡലത്തിൽ വൈകിട്ട് 4 മണിയോടെയാണ് ഈ റോഡ് ഷോ എത്തുക. റോഡ് ഷോയ്ക്ക് അവിടെയായിരിക്കും ആവേശകരമായ സമാപനം ഉണ്ടാകുക. ഒപ്പം പിന്നീട് കൊട്ടിക്കലാശം നടക്കുന്നത് അങ്കമാലി ടൗണിൽ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ ചാലക്കുടി മണ്ഡലത്തിനായി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് LDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അവർ വിജയിക്കും എന്ന ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തിന് ഘടകമാവുന്ന ഒന്ന് അതാണ് എന്ന് തന്നെ പറയാം. വളരെ മുൻപ് തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ LDF സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിയതാണ്. ഇവിടെ സി രവീന്ദ്രനാഥ് മാസ്റ്ററും ഫെബ്രുവരി 27 മുതൽ തന്നെ ഈ ലോക്സഭാ മണ്ഡലത്തിലൊട്ടാകെ പര്യടനത്തിനായി ഇറങ്ങിയതാണ്. 4 ഘട്ട മണ്ഡല പര്യടനത്തിന് ശേഷം അദ്ദേഹം പൊതുപര്യടനം ആരംഭിച്ചു. ഈ പൊതുപര്യടനവും 2 ഘട്ടങ്ങളിലായാണ് നടത്തിയത്. ഏപ്രിൽ 3 മുതൽ 15 വരെയും പിന്നീട് 21-ാം തീയതി വരെയും, അങ്ങനെ 2 ഘട്ടങ്ങളിലായി, 3 മുതൽ 9 വരെയും പിന്നീട് 15 മുതൽ 21 വരെ, അങ്ങനെ 2 ഘട്ടങ്ങളിലായി അദ്ദേഹം റോഡ് ഷോ നടത്തി. റോഡ് ഷോയിലൂടെ പരമാവധി വോട്ടർമാരെ അദ്ദേഹം കണ്ടു. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടം കഴിയുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പൊതുവെ LDF മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളും വികസന കാഴ്ചപ്പാടുകളുമെല്ലാം ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അദ്ദേഹം പറയുന്നതിന് തെളിവായി അദ്ദേഹത്തിന് ഓരോ മണ്ഡലത്തിലും ലഭിക്കുന്ന സ്വീകരണവും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കാരണം വലിയ തരത്തിലുള്ള സ്വീകരണമാണ് ഈ മണ്ഡലമൊട്ടാകെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് എന്ന് നിസ്സംശയം പറയാം. അത് അദ്ദേഹത്തെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. കാരണം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരത്തിലെത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് സി രവീന്ദ്രനാഥിനെ ഈ മണ്ഡലത്തിലെ വോട്ടർമാർ കാണുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല LDF പ്രത്യേകം മാനിഫെസ്റ്റോ ഈ മണ്ഡലത്തിനായി അവതരിപ്പിച്ചിട്ടുണ്ട്. നവചാലക്കുടി എന്ന സങ്കല്പത്തിൽ ഊന്നിയാണ് ചാലക്കുടി മണ്ഡലത്തിൽ LDF വോട്ട് തേടുന്നത്. ഒപ്പം
മുൻ MP ആയിരുന്ന ഇന്നസെൻ്റ് അദ്ദേഹം നടപ്പാക്കിയ 1750 കോടിയുടെ വികസന പദ്ധതികളുണ്ട്. പലതും നിലയ്ക്കുന്നൊരു സാഹചര്യം വന്നു. കാരണം അതിനുശേഷം ഇവിടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച UDF ആണ്, ബെന്നി ബെഹനാനാണ്. പക്ഷേ അദ്ദേഹം ഈ മണ്ഡലം തിരിഞ്ഞു നോക്കിയില്ല എന്നൊരാക്ഷേപമുണ്ട്. പല വികസന പദ്ധതികളും ഇന്നസെൻ്റ് തുടങ്ങി വെച്ച പല പദ്ധതികളും നിലച്ചു പോയത് അതുകൊണ്ടാണ് എന്നൊക്കെ ആക്ഷേപം പൊതുവെ ഉയർന്നു വന്നിരുന്നു. ആ പദ്ധതികളുടെ ഒരു വികസന തുടർച്ച എന്നതുകൂടി LDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാനിഫെസ്റ്റോയിൽ നവചാലക്കുടി എന്ന സങ്കല്പം, പ്രത്യേകിച്ച് നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് എയർ സിറ്റി അടക്കം ഉള്ള വികസന പദ്ധതികൾ മുൻനിർത്തി തന്നെയാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ നിലയിൽ LDFിൻ്റെ ആവേശകരമായ കൊട്ടിക്കലാശത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഈ കുന്നത്തനാട് നിയമസഭാ മണ്ഡലത്തിലെ കോലഞ്ചേരി ടൗണിൽ നിന്ന് C. രവീന്ദ്രനാഥ് മാസ്റ്ററുടെ റോഡ് ഷോ, ഇവിടെ നിന്ന് മെഗാ റോഡ് ഷോ ആരംഭിക്കും. 7 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തിയ ശേഷം വൈകിട്ട് അങ്കമാലിയിലാണ് കൊട്ടിക്കലാശം ഉണ്ടാവുക. ഒപ്പം UDFിൻ്റെ കൊട്ടിക്കലാശം ഇന്ന് നടക്കുന്നത് ചാലക്കുടി ടൗണിലാണ്. അദ്ദേഹത്തിൻ്റെയും റോഡ് ഷോ ഇന്ന് രാവിലെ ആലുവ ചൂർണിക്കര മണ്ഡലത്തിൽ നിന്ന് തുടങ്ങും. ഈ മണ്ഡലത്തിൻ്റെ ഘടനയനുസരിച്ച് ഇത് UDFിനൊപ്പമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണയും ആ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അവരും പ്രചാരണം നടത്തുന്നു. ഒപ്പം NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ കൊട്ടിക്കലാശവും ഇന്ന് അങ്കമാലി ടൗണിൽ തന്നെയാണ്. ഇന്ന് റോഡ് ഷോയും അടക്കം NDAയും അത്തരത്തിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്തായാലും വൈകിട്ട് 5 മണിയോടെ ഈ കൊട്ടിക്കലാശം അതിൻ്റെ പാരമ്യത്തിൽ എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്യാവേശത്തിൽ തന്നെയാണ് ചാലക്കുടിയിലും മുന്നണികളുടെ പ്രചാരണം ഇന്നത്തെ ദിവസവും മുന്നോട്ട് പോകുന്നത്. അഞ്ജന.